നമസ്കാരം. എല്ലാ ചക്കരക്കുട്ടികൾക്കും കഥകളുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഏകദേശം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കഥകളുടെ കൊട്ടാരവുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരുപാട് മിസ് ചെയ്തു. അപ്പോൾ ഇന്ന് എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മിടുക്കാണോ എന്നറിയില്ല, വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ബിബിൻ രാജ. മിടുക്കനാ. എത്ര നാളായില്ലേ ഇടയ്ക്കൊന്ന് സംസാരിച്ചല്ലേ കാതോട് കാതോട്. എങ്ങനെയുണ്ട്? ഇപ്പഴാണോ? അടിച്ചു പൊളിച്ചു. വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പോണോ? അമ്മയുടെ വീട്ടിൽ പോയി. അവിടെയാണോ ഇപ്പോ? അവിടെ വയലില് ഉത്സവമായിരുന്നു. വയലിൽ ഉത്സവമായിരുന്നോ? അപ്പൊ അതൊക്കെ കണ്ട് ഇങ്ങനെ ആഘോഷിച്ചൊക്കെ ഇപ്പൊ നമ്മുടെ കൊല്ലംപൂരമൊക്കെ തുടങ്ങിയല്ലോ. വരുന്നില്ലേ? ഇപ്പൊ കൊല്ലത്ത് വന്നോ? ഓക്കെ. ബിബിന് ഏത് ക്ലാസ്സിലടുത്ത്? ഇനി 7th അല്ലേ? കുക്കിംഗ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ? കുക്കിംഗ് പഠിത്തമൊക്കെ ഇപ്പോഴും ഉണ്ടോ? ട്രൈ ചെയ്യുന്നുണ്ടോ? രസം വെച്ച് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. മറന്നുപോയോ ആള്? ഇല്ല. അപ്പൊ ഇന്ന് എന്താ നമ്മളുടെ ഇതിൽ പറയാൻ പോകുന്നത്? അതോ പാട്ടുപാടാണോ? പാട്ടുപാടാണോ? എല്ലാവർക്കും ആദ്യം തന്നെ വിഷു ആശംസകൾ നേരുന്നു. അപ്പൊ ഞാൻ പാട്ട് പാടട്ടാ? പാടിക്കോ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാങ്ങണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്, എരിവെട്ടിയ വറ്റമുളകോ പെണ്ണനിൻ മനസ്സ്, ജട കുട്ടിയ കാർമുടിച്ചെന്തിന് മുല്ലപ്പൂമലര്, കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ്, തുടി കൊത്തിയ പാണന്റെ പാട്ടിൽ അമ്മ നീയടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്, ഇപ്പുതുകാലത്തു കെട്ടിയടങ്ങും പടകോപ്പുകൾ കൂടുന്നേ, ഇക്കലികാലത്തിൽ കേട്ടതിൽ നിൽപ്പാൻ നീ വേണം, തുടിപാടിയ ആടിയ പാണന്റെ ഹിമകളെ ശ്രീകുറുമ്പേ. ഹലോ കൊള്ളാം കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ഒക്കെ പാടി അടിച്ചു പൊളിച്ചു കേട്ടോ. വിപിനെ, എന്തോ ഇത്ര അറിവുള്ളായിരുന്നോ? എവിടെ പോയി അതിനിടയ്ക്ക്? ഉണ്ടോ? ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ ഇട്ടിട്ടങ്ങ് പോയിന്ന്. അപ്പൊ എന്തായാലും ഹാപ്പി വിഷു കേട്ടോ. ഹാപ്പി വെക്കേഷൻ. ഓക്കെ താങ്ക് യു. അപ്പൊ നമ്മുടെ വിപിൻ രാജ് ഒരു അടിപൊളി സോങ് ഒക്കെ പാടി ഇങ്ങനെ നമ്മുടെ കഥകളുടെ കൊട്ടാരം ഇങ്ങനെ കൊഴിപ്പിച്ചിരിക്കുകയാണ്.